നമസ്കാരം. ഇന്ന് നമ്മൾ ഓർത്തെടുക്കുന്നത് കേരളത്തിന്റെ മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയ ഒരു കൊടും ക്രൂരതയുടെ കഥയാണ് സൗമ്യ വധക്കേസ്. വിവാഹ നിശ്ചയത്തിന്റെ സന്തോഷവുമായി വീട്ടിലേക്ക് മടങ്ങിയ ഒരു പെൺകുട്ടിയെ ഓടും തീവണ്ടിയിൽ വെച്ച് ഒരു നരാധമൻ വേട്ടയാടിയതിന്റെ നടുക്കുന്ന ഓർമ്മ. ആ കറുത്ത ദിനത്തിന്റെ നാൾവഴികളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നടക്കാം. 2011 ഫെബ്രുവരി 1 എറണാകുളത്തെ ഒരു തുണിക്കടയിലെ ജീവനക്കാരിയായ സൗമ്യ പിറ്റേന്ന് നടക്കാനിരിക്കുന്ന തന്റെ വിവാഹ നിശ്ചയത്തിന്റെ സ്വപ്നങ്ങളുമായി ഷൊണ്ണൂരിലേക്കുള്ള തീവണ്ടി കയറി. യാത്രയ്ക്കിടെ മുള്ളൂർക്കര സ്റ്റേഷനിൽ വെച്ച് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ അവൾ തനിച്ചായി. ഈ അവസരം മുതലെടുത്ത് ഒറ്റക്കയ്യനായ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി ആ കമ്പാർട്ട്മെന്റിലേക്ക് അതിക്രമിച്ചു കയറി. മോഷണമായിരുന്നു അവന്റെ ആദ്യ ലക്ഷ്യം. എന്നാൽ സൗമ്യ ചെറുത്തുനിന്നതോടെ അവൻ ക്രൂരമായി അവളെ ആക്രമിച്ചു. അവളുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് കമ്പാർട്ട്മെന്റിന്റെ ചുമരിൽ ആഞ്ഞടിച്ചു. തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റ സൗമ്യയുടെ ബോധം മറഞ്ഞു. ഇതിനിടയിൽ അവളെങ്ങനെയോ തീവണ്ടിയിൽ നിന്ന് പുറത്തേക്ക് വീണു. ട്രെയിൻ പോയെന്നുറപ്പായപ്പോൾ പിന്നാലെ ചാരിയിറങ്ങിയ ഗോവിന്ദച്ചാമി റെയിൽവേ ട്രാക്കിൽ അബോധാവസ്ഥയിൽ കിടന്ന സൗമ്യയെ അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടുപോയി അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു. മറ്റൊരു കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന ടോമി ദേവസ്യ, അബ്ദുൾ ഷുക്കൂർ എന്നീ യാത്രക്കാർ സൗമ്യയുടെ കരച്ചിൽ കേട്ട് അപായച്ചങ്ങല വലിക്കാൻ ശ്രമിച്ചെങ്കിലും കൂടെയുണ്ടായിരുന്ന മറ്റൊരാൾ പെൺകുട്ടി സ്വയം ചാടിയതാണ് എന്നു പറഞ്ഞ് അവരെ പിന്തിരിപ്പിച്ചു. പിന്നീട് വള്ളത്തോൾ നഗർ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഇവർ ഗാർഡിനെ വിവരമറിയിക്കുന്നത്. തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് രക്തത്തിൽ കുളിച്ച അർദ്ധപ്രാണനായ നിലയിൽ സൗമ്യയെ കണ്ടെത്തുന്നത്. ദിവസങ്ങളോളം തൃശൂർ മെഡിക്കൽ കോളേജിൽ മരണത്തോട് മല്ലിട്ട് ഒടുവിൽ ഫെബ്രുവരി 6 സൗമ്യ ഈ ലോകത്തോട് വിട പറഞ്ഞു. അതോടെ അതൊരു ബലാത്സംഗം കേസ് എന്നതിലുപരി കൊലപാതക കേസായി മാറി. കേരളം ഒന്നടങ്കം ആ പെൺകുട്ടിക്ക് വേണ്ടി ശബ്ദമുയർത്തി. പോലീസ് അന്വേഷണം വളരെ വേഗത്തിലായിരുന്നു. നിർണായകമായത് ഡോക്ടർ ഷെർലി വാസുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. സൗമ്യയുടെ തലക്കേറ്റ ക്ഷതം അതിഗുരുതരമായിരുന്നുവെന്നും ക്രൂരമായ ബലാത്സംഗം നടന്നുവെന്നും ആ റിപ്പോർട്ട് സ്ഥിരീകരിച്ചു. ഗോവിന്ദച്ചാമിയുടെ നഖങ്ങൾക്കിടയിൽ നിന്ന് സൗമ്യയുടെ തൊലിയുടെ അംശങ്ങളും സൗമ്യയുടെ ശരീരത്തിൽ നിന്ന് ഗോവിന്ദച്ചാമിയുടെ ബീജവും കണ്ടെത്തിയത് കേസിൽ ഏറ്റവും ശക്തമായ ശാസ്ത്രീയ തെളിവുകളായി. തൃശൂർ അതിവേഗ കോടതിയിൽ നടന്ന വിചാരണയ്ക്കൊടുവിൽ പ്രതിക്ക് വധശിക്ഷ വിധിച്ചു. ഹൈക്കോടതിയും ഈ വിധി ശരിവച്ചെങ്കിലും 2016 സുപ്രീം കോടതിയിലെത്തിയപ്പോൾ കേസിന്റെ വിധി മാറിമറിഞ്ഞു. ഗോവിന്ദച്ചാമി സൗമ്യയെ ബലാത്സംഗം ചെയ്തുവെന്ന് കോടതി കണ്ടെത്തിയെങ്കിലും അവളെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്നുവെന്നതിന് വ്യക്തമായ തെളിവില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ട്രെയിനിൽ നിന്നുള്ള വീഴ്ചയാണ് മരണകാരണമെന്ന് വിലയിരുത്തിയ കോടതി കൊലക്കുറ്റം ഒഴിവാക്കി വധശിക്ഷ റദ്ദാക്കി ജീവപര്യന്തം തടവു മാത്രമായി ശിക്ഷ കുറച്ചു. ഈ വിധി കേരള സമൂഹത്തിൽ വലിയ ഞെട്ടലും പ്രതിഷേധവുമാണുണ്ടാക്കിയത്. നിയമത്തിന്റെ പഴുതുകൾ ഒരു കൊടും കുറ്റവാളിക്ക് രക്ഷയായോ എന്ന ചോദ്യം ഇന്നും അവശേഷിക്കുന്നു. സ്ത്രീ സുരക്ഷയെക്കുറിച്ചും നിയമവ്യവസ്ഥയെക്കുറിച്ചുമുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് ഒരു നോവായി സൗമ്യയുടെ ഓർമ്മകൾ ഇന്നും നമ്മുടെയെല്ലാം മനസ്സിലുണ്ട്.